കേന്ദ്ര ധനകാര്യ മന്ത്രി അവതരിപ്പിച്ച 2024-25 ഇടക്കാല ബജറ്റിന്റെ പ്രധാന ഹൈലൈറ്റുകളിലൊന്നാണ് കർഷകക്ഷേമവും ഗ്രാമീണ ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതും. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കാർഷിക വ്യവസായം പ്രീ-ബജറ്റ് കൂടിയാലോചന നടത്തിയതിന്റെ ഭാഗമായി അവരുടെ വ്യവസായം പിഎം കിസാൻ പദ്ധതിയിലേക്ക് അധിക വിഹിതം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭക്ഷ്യവളം സബ്സിഡിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കർഷക സംഘടന ആവശ്യപ്പെട്ടു. 2024-25 ഇടക്കാല ബജറ്റ് സബ്സിഡി വിഹിതം 4 ലക്ഷം കോടി രൂപയായി നിശ്ചയിച്ചു. 2023-24 പുതുക്കിയ എസ്റ്റിമേറ്റായ 4.41 ലക്ഷം കോടി രൂപയേക്കാൾ 7% കുറവാണ്. കാർഷിക മേഖലയെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായി കണക്കാക്കുന്നു. കാരണം അത് കാർഷിക അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എംഎസ്പി, ഭൂപരിഷ്കരണം, കാർഷിക സബ്സിഡികൾ തുടങ്ങിയ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള കാര്യമായ കർഷക പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന വാഗ്ദാനം. 2022 കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തിരുന്നു. കാർഷികോൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കിക്കൊണ്ട് ഉൽപ്പാദനച്ചെലവ് കുറയ്ക്കണമെന്ന് സമിതി ശുപാർശ ചെയ്തു. കർഷകരുടെ വരുമാനം സംരക്ഷിക്കുന്നതിനായി ഒരു കൂട്ടം പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. പിഎം കിസാൻ, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്നിവയാണ് പദ്ധതികളിൽ ഉൾപ്പെടുന്നത്. ലഭ്യമായ കണക്കുകൾ പ്രകാരം കാർഷിക കുടുംബങ്ങളുടെ ശരാശരി പ്രതിമാസ വരുമാനം 2002-2023 2115 രൂപയായിരുന്നു. 2018-19 അത് 10,218 രൂപയിലെത്തി. ന്യൂസ്. മോദി 3.0 സർക്കാരിന് കീഴിൽ കർഷകർക്ക് അഭിവൃദ്ധി നൽകുമെന്ന് കൃഷി മന്ത്രി ചൗഹാൻ. 2024-25 ബജറ്റ് കാർഷിക, ഗ്രാമീണ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കൃഷിയും ഭക്ഷ്യ സംസ്കരണവും. വിവിധ വിളകളിൽ നാനോ DAPയുടെ പ്രയോഗം എല്ലാ കാർഷിക കാലാവസ്ഥാ മേഖലകളിലും വ്യാപിപ്പിക്കുമെന്ന് ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. നാനോ വളങ്ങളുടെ ഉപയോഗം കുറഞ്ഞ വളപ്രയോഗത്തിലൂടെ വിളവ് മെച്ചപ്പെടുത്തും. അക്വാകൾച്ചർ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന ശക്തിപ്പെടുത്തും. സംയോജിത അക്വാപാർക്കുകൾ സ്ഥാപിക്കും. അവന്തി ഫീഡ്സ്, കോസ്റ്റൽ കോർപ്പറേഷൻ, അബെക്സ് ഫ്രോസൺ ഫുഡ്സ് തുടങ്ങിയവ പ്രധാനമന്ത്രി മത്സ്യ സമ്പത്ത് യോജനയുടെ പ്രധാന ഗുണഭോക്താക്കളായിരിക്കും. ഇന്ത്യയിലെ മികച്ച കാർഷിക സ്റ്റോക്കുകൾ. PI ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. കാർഷിക രാസവസ്തുക്കൾ, വിളസംരക്ഷണ ഉൽപ്പന്നങ്ങൾ, സ്പെഷ്യാലിറ്റി വളങ്ങൾ, സസ്യപോഷകങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലും കയറ്റുമതിയിലും ഒരു മുൻനിര കമ്പനിയാണ്. PI ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഗവേഷണത്തിലും വികസനത്തിലും ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കമ്പനി തുടർച്ചയായി പുതിയതും നൂതനവുമായ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള 60-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന PI ഇൻഡസ്ട്രീസിന് ആഭ്യന്തര, അന്തർദേശീയ വിപണികളിൽ കാര്യമായ സാന്നിധ്യമുണ്ട്. കോറോമാണ്ടൽ ഇന്റർനാഷണൽ ലിമിറ്റഡ്. വൈവിധ്യമാർന്ന വളങ്ങൾ, വിളസംരക്ഷണ ഉൽപ്പന്നങ്ങൾ, പ്രത്യേക പോഷകങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വളം കമ്പനികളിലൊന്നാണ് കോറോമാണ്ടൽ ഇന്റർനാഷണൽ ലിമിറ്റഡ്. വിശാലമായ കാർഷിക വിപണിയെ പരിപാലിക്കുന്ന ശക്തമായ രാജ്യവ്യാപകമായ വിതരണ ശൃംഖലയാണ് കമ്പനിക്കുള്ളത്. കോറോമാണ്ടൽ ഇന്റർനാഷണൽ വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സൗകര്യങ്ങളുള്ള ഒരു ഉറച്ച നിർമ്മാണ അടിത്തറയുണ്ട്. മാത്രമല്ല, കമ്പനി ഗവേഷണത്തിലും വികസനത്തിലും ശക്തമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ധനുക അഗ്രിടെക് ലിമിറ്റഡ്. ധനുക അഗ്രിടെക് ലിമിറ്റഡ് കീടനാശിനികൾ, കളനാശിനികൾ, സസ്യവളർച്ച റെഗുലേറ്ററുകൾ എന്നിവയുടെ നിർമ്മാണത്തിലും വിപണനത്തിലും വൈദഗ്ധ്യമുള്ള കാർഷിക രാസവ്യവസായത്തിലെ ഒരു പ്രമുഖ കമ്പനിയാണ്. ശക്തമായ വിതരണ ശൃംഖലയും കർഷകർക്കിടയിൽ ബ്രാൻഡ് അംഗീകാരവും സഹിതം വിവിധ വിളകൾക്കും പ്രദേശങ്ങൾക്കും സേവനം നൽകുന്ന വിപുലമായ ഉൽപ്പന്ന പോർട്ട്ഫോളിയോ കമ്പനിക്കുണ്ട്. എസ്കോർട്സ് ലിമിറ്റഡ്. കാർഷിക യന്ത്രസാമഗ്രികൾ, ട്രാക്ടറുകൾ, നിർമ്മാണ ഉപകരണങ്ങൾ, റെയിൽവേ ഉപകരണങ്ങൾ എന്നിവയിൽ ശക്തമായ സാന്നിധ്യമുള്ള വൈവിധ്യമാർന്ന കമ്പനിയാണ് എസ്കോർട്സ് ലിമിറ്റഡ്. ട്രാക്ടർ വിപണിയിലെ മുൻനിര കമ്പനി എന്ന നിലയിൽ വൈവിധ്യമാർന്ന കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു ശ്രേണി എസ്കോർട്ട് വാഗ്ദാനം ചെയ്യുന്നു. എസ്കോർട്ടുകൾക്ക് നന്നായി സ്ഥാപിതമായ വിതരണ ശൃംഖലയും മികച്ച കാർഷിക ഓഹരി വിപണിയിൽ ശക്തമായ ബ്രാൻഡ് സാന്നിധ്യവുമുണ്ട്.
കാവേരി സീഡ് കമ്പനി ലിമിറ്റഡ്. കാവേരി സീഡ് കമ്പനി ലിമിറ്റഡ് പരുത്തി, ചോളം, അരി, പച്ചക്കറികൾ എന്നിവയുൾപ്പെടെ വിവിധ വിളകൾക്കായുള്ള ഹൈബ്രിഡ് വിത്തുകളുടെ ഒരു മുൻനിര ഉൽപ്പാദകനും വിപണനക്കാരനുമാണ്. തീവ്രമായ ഗവേഷണ വികസന ശ്രദ്ധയോടെ മികച്ച വിളവും കീടങ്ങൾക്കും രോഗങ്ങൾക്കും പ്രതിരോധശേഷിയുള്ള പുതിയതും മെച്ചപ്പെട്ടതുമായ വിത്ത് ഇനങ്ങൾ കമ്പനി സ്ഥിരമായി വികസിപ്പിക്കുന്നു. കാവേരി സീഡ് കമ്പനിക്ക് ശക്തമായ ഒരു വിതരണ ശൃംഖലയും രാജ്യത്തെ പ്രധാന കാർഷിക മേഖലകളിൽ ശക്തമായ സാന്നിധ്യവുമുണ്ട്. അതേസമയം കാർഷിക കാലാവസ്ഥാ സാഹചര്യങ്ങളും കർഷക മുൻഗണനകളും നിറവേറ്റുന്നതിനായി ഉൽപ്പന്ന പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുന്നു. റാലിസ് ഇന്ത്യ ലിമിറ്റഡ്. കീടനാശിനികൾ, കുമിൾനാശിനികൾ, കളനാശിനികൾ, സസ്യവളർച്ച റെഗുലേറ്ററുകൾ എന്നിവയുൾപ്പെടെ വിവിധ വിള സംരക്ഷണ ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കാർഷിക രാസ് വ്യവസായത്തിലെ ഒരു പ്രമുഖ കമ്പനിയാണ് റാലിസ് ഇന്ത്യ ലിമിറ്റഡ്. തീവ്രമായ ഗവേഷണ വികസന ശ്രദ്ധയോടെ കമ്പനി തുടർച്ചയായി പുതിയതും നൂതനവുമായ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നു. റാലിസ് ഇന്ത്യ ലിമിറ്റഡിന് ശക്തമായ വിതരണ ശൃംഖലയും കർഷകർക്കിടയിൽ ശക്തമായ ബ്രാൻഡ് സാന്നിധ്യവുമുണ്ട്. കൺക്ലൂഷൻ. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയിൽ കാർഷിക മേഖല പ്രധാന പങ്ക് വഹിക്കുന്നു. മികച്ച കാർഷിക സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് ദീർഘകാല വളർച്ചാ അവസരങ്ങൾ തേടുന്ന നിക്ഷേപകർക്ക് വിവേകപൂർണമായ തീരുമാനമാണ്. ആഗോള ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ആവശ്യം അനിവാര്യമായും വർദ്ധിക്കും. ഇത് ഈ അവശ്യ മേഖലയുമായി സമ്പർക്കം പുലർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് കാർഷിക ഓഹരികളെ ആകർഷകമായ നിക്ഷേപ ഓപ്ഷനാക്കി മാറ്റും. Thank you.